ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റേഷനരി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ഈ തക്കാളി ചോറ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു വിടാനും വേറെ കറി ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാവും നമുക്ക് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ റേഷനരി വെച്ചിട്ടാണ് ഈ ടൊമാറ്റോ റൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം ഇതുപോലെ ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. റേഷനരിയാണ്. ഇത് നമുക്കല്ലാതെ ബസ്മതി റൈസിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് നല്ലപോലെ കഴുകി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചിയുണ്ട്, 2 പച്ചമുളകുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ 1 സ്പൂൺ പെരിഞ്ജീരകവും കൂടെ വേണം. ഇനി പെരിഞ്ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 4 പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പഴുത്തത് തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിൽ നമുക്ക് മസാല ഉണ്ടാക്കാം. ഈ സമയത്ത് ചോറ് വേഗം വെക്കണം. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഒരു സവോളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ തക്കാളി ചോറിനകത്ത് തക്കാളിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു സവോളയുടെ ആവശ്യമുള്ളൂ, അത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പച്ചമുളകും സവോളയൊക്കെ ഒന്ന് വഴണ്ടു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ പച്ചമുളക് സവോളയൊക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പെരിഞ്ജീരകമൊക്കെ ഇടുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് വേറെ ഒരു പ്രത്യേക ടൈപ്പ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ അത് ശരിക്കും ഒന്ന് മൂത്ത് വരണം. അപ്പോൾ പെരിഞ്ജീരകം നമ്മൾ തന്നെ അരച്ചെടുത്താൽ അത് ശരിക്കും അരഞ്ഞു വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ ഇട്ട് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നല്ല പഴുത്തത് മീഡിയം സൈസ് 4 എണ്ണമാണ് എടുത്തത്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമായാലും മതി. ഇനി ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം, അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഇപ്പം നമ്മളത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തീ ഏറ്റവും കുറച്ച് വെച്ചിരുന്നാൽ മതി, എങ്കിലേ അത് ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരി വേവിക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്താണ് അരി വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മൾ തക്കാളി ഉടയാതെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്തുടഞ്ഞാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികൾ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴെല്ലാം തീ ഏറ്റവും കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് ഈ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലടിച്ച് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് വേവിക്കാം. ഇനി അതിനെ നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ ചോറും എല്ലാം വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒന്നും വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചോറ് വേവിച്ചെടുക്കേണ്ടത്. ആ കാര്യം മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ചോറ് വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി ഇതിനെ നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഏറ്റവും തീ കുറച്ചിട്ടേക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇനി അവസാനമായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാക്കാനായിട്ട്. റേഷനരി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റെസിപ്പി ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്